കാലം മുമ്പ് പർവ്വതങ്ങളെ സ്ഥിതി ചെയ്യുന്ന ശാന്തമായ ഒരു ഗ്രാമത്തിൽ ദേവ് എന്ന് ദയാലുവായ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. ദേവ് തൻ്റെ ഔദാര്യത്തിനും സൗമ്യമായ സ്വഭാവത്തിനും പേര് കേട്ടവനായിരുന്നു. ആവശ്യമുള്ള ആരെയും സഹായിക്കാൻ എപ്പോഴും തയ്യാറായിരുന്നു. അവൻ്റെ ദയ ഉണ്ടായിരുന്നിട്ടും അവൻ്റെ അയൽക്കാരിലൊരാളായ രാഘവ് അവനോട് അസൂയ വെച്ച് പുലർത്തുകയും പലപ്പോഴും അവൻ്റെ പുറകിൽ ദേവിനെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്തു. ഒരു ദിവസം രാഘവിൻ്റെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ദേവ് അറിഞ്ഞു. താൻ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരാൾ തന്നോട് ഇത്ര മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് ആശ്ചര്യപ്പെട്ടു. വഞ്ചനയും സങ്കടവും അയാൾക്ക് അനുഭവപ്പെട്ടു. ആശ്വാസവും ജ്ഞാനവും തേടി ദേവ് അടുത്തുള്ള ഒരു ആശ്രമത്തിൽ താമസിച്ചിരുന്ന സന്യാസിയായ സർവയെ സന്ദർശിക്കാൻ തീരുമാനിച്ചു. സർവ ദേവിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അവൻ്റെ വിഷമങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്തു. ഒരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം സർവ പറഞ്ഞു, ദേവ്, ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. സർവ പറഞ്ഞു തുടങ്ങി. പണ്ട് അനിൽ എന്ന യുവ സന്യാസി ഒരു ചെറിയ ആശ്രമത്തിൽ താമസിച്ചിരുന്നു. അനിൽ കർമ്മനിരതനും ദയുള്ളവനുമായിരുന്നു. എന്നാൽ മുതിർന്ന സന്യാസിമാരിൽ ഒരാളായ ധ്രുവ് അവനോട് അസൂയപ്പെട്ടു. ധ്രുവ് പലപ്പോഴും അനിലിനെ രൂക്ഷമായി വിമർശിക്കുകയും തെറ്റായ കിംവദന്തികൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഒരു ദിവസം വേദനയും ആശയക്കുഴപ്പവും തോന്നിയ അനിൽ പ്രധാന സന്യാസിയായ ഗുരുജിയുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ ദ്രോഹിക്കാൻ ഒന്നും ചെയ്യാത്തപ്പോൾ ധ്രുവ് എന്താണ് എന്നോടിങ്ങനെ പെരുമാറുന്നത്? ഗുരുജി സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അനിൽ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് നിങ്ങളെക്കുറിച്ചുള്ളതിനേക്കാൾ അവരുടെ സ്വന്തം വേദനയും അരക്ഷിതാവസ്ഥയുമാണ് വെളിപ്പെടുത്തുന്നത്. അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള താക്കോൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ്. ഗുരുജി അനിലിനെ ശാന്തമായ ഒരു കുളത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു കല്ല് കൊടുത്തു. ഈ കല്ല് കുളത്തിലേക്ക് എറിയൂ, അദ്ദേഹം നിർദ്ദേശിച്ചു. അനിൽ പറഞ്ഞതുപോലെ ചെയ്തു. വെള്ളത്തിൽ തിരമാലകൾ പരന്നു. ഇനി അലകളെ ശാന്തമാക്കാൻ ശ്രമിക്കുക, ഗുരുജി പറഞ്ഞു. അലകൾ ക്രമേണ തനിയെ മാഞ്ഞു പോകുന്നത് അനിൽ അമ്പരപ്പോടെ നോക്കി നിന്നു. ഗുരുജി വിശദീകരിച്ചു, അലകൾ നിങ്ങളുടെ വേദനിപ്പിക്കുന്ന വികാരങ്ങളെ പ്രതിനിധീകരിക്കുന്നു. നിങ്ങൾക്ക് ഈ തിരമാലകളെ നേരിട്ട് ശാന്തമാക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ സ്വന്തം പ്രതികരണം നിയന്ത്രിക്കാൻ കഴിയും. ക്ഷമയും മാപ്പും പരിശീലിക്കുക. നിങ്ങളുടെ ഹൃദയം സമാധാനം കണ്ടെത്തും. ഗുരുജിയുടെ വാക്കുകൾ അനിൽ ഹൃദയത്തോട് ചേർത്തു. അവൻ ധ്രുവിനോട് ക്ഷമിക്കാൻ തിരഞ്ഞെടുത്തു. സ്വന്തം വളർച്ചയിലും ദയയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കാലക്രമേണ അനിലിൻ്റെ അചഞ്ചലമായ ക്ഷമയും ദയയും കണ്ട ധ്രുവ് അവൻ്റെ പ്രവൃത്തികളിൽ പശ്ചാത്തപിച്ചു. അവൻ അനിലിനോട് മാപ്പ് പറഞ്ഞു. ഒടുവിൽ അവർ സുഹൃത്തുക്കളായി. സർവ ദേവിനെ നോക്കി പറഞ്ഞു, അനിലിനെ പോലെ നിങ്ങൾക്ക് രാഘവിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾ അവനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അവനോട് ക്ഷമിക്കുക. അവൻ അർഹനായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ സമാധാനത്തിന് അർഹനാണ്. നിങ്ങളുടെ സ്വന്തം പാതയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഉപേക്ഷിക്കുക. കാലക്രമേണ രാഘവ് തൻ്റെ വഴികളുടെ തെറ്റ് കണ്ടേക്കാം. തൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു ഭാരം ഒഴിവായതായി തോന്നി ദേവ് തലയാട്ടി. അവൻ രാഘവനോട് ക്ഷമിക്കാൻ തിരഞ്ഞെടുത്തു. ദയയും ഉദാരതയും തുടർന്നു. പതുക്കെ ഗ്രാമം ദേവിൻ്റെ അചഞ്ചലമായ ആത്മാവിനെ ശ്രദ്ധിക്കുകയും അവൻ്റെ ശക്തിയെ അഭിനന്ദിക്കുകയും ചെയ്തു. രാഘവ് പോലും ദേവിൻ്റെ അചഞ്ചലമായ ദയ കണ്ടപ്പോൾ അഗാധമായ നാണക്കേട് തോന്നി മാപ്പ് പറഞ്ഞു. ഒരു ദിവസം കുനിഞ്ഞ തലയുമായി രാഘവ് ദേവിൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ വേദനിപ്പിക്കുന്ന വാക്കുകൾക്ക് ഞാൻ ഖേദിക്കുന്നു ദേവ്. ഞാൻ അസൂയപ്പെട്ടു. അത് തെറ്റായി ഞാൻ ചെയ്തു. ദേവ് പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഞാൻ പണ്ടേ നിന്നോട് ക്ഷമിച്ചു രാഘവ്. നമുക്ക് ദയയോടെയും മനസ്സിലാക്കലോടെയും മുന്നോട്ട് പോകാം. അന്നു മുതൽ ഗ്രാമം സൗഹാർദ്ദത്തിൽ അഭിവൃദ്ധിപ്പെട്ടു. ദേവും രാഘവും സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി ഒരുമിച്ച് പ്രവർത്തിച്ചു. If you love to watch this video, you can like, share and subscribe.